യാത്ര ചെറുതോ വലുതോ ആകട്ടെ, ഓരോ യാത്രയും പുതിയ പുതിയ അറിവുകളും പുതിയ പുതിയ ബന്ധങ്ങളും ഉണ്ടാക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അജ്മാനിൽ നിന്ന് തുടങ്ങി എന്റെ യാത്ര അവസാനിച്ചത് ജുമൈറ ബീച്ചിൽ. ജുമൈറയിൽ ജോലി ചെയ്യുന്ന ഭാര്യ, സഹോദരി, ഭർത്താവ് ഷൗക്കത്തലിയെ കൂടി കണ്ടു കളയാമെന്ന് കരുതി എത്തിച്ചേർന്നിടമാണ് ജുമൈറ 1-ലെ വജ്ദാൻ കഫ്തേരിയയിൽ. കുശലം പറച്ചിലിനിടയിൽ കൊച്ചാപ്പ എന്നെല്ലാവരും വിളിക്കുന്ന റാഫി എന്ന റാഫിക്ക വളരെ മുൻപേ തന്നെ എന്നെ പരിചയമുള്ളതുപോലെ എന്നോട് സംസാരിച്ചത് എന്നിൽ വല്ലാത്ത അത്ഭുതം ഉളവാക്കി. സരസനും സംസാരപ്രിയനുമായ റാഫിക്കയുമൊത്തുള്ള നിമിഷങ്ങൾ വളരെ സുന്ദരമായിരുന്നു. സംസാരത്തിനിടയിൽ വജ്ദാൻ കഫ്തേരിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ചു. ജുമൈറയിലുള്ള വജ്ദാൻ കഫ്തേരിയ തുടങ്ങിയിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയുള്ളൂ. ഇതേ പേരിൽ റിഗ്ഗയിലുള്ള വജ്ദാൻ കഫ്തേരിയ 40 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. റാഫിക്കയുടെ ബന്ധു കൂടിയായ ജാഫർക്ക തുടങ്ങിയതാണെന്നും കഫ്തേരിയ കൂടാതെ മറ്റ് ചില വ്യാപാരങ്ങളും ഇവർക്കുണ്ടെന്നും ജാഫർക്കയുടെ മക്കളായ ജഹ്സിൻ, ജാസിം എന്നിവരാണ് ഇപ്പോൾ കച്ചവടത്തിന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതെന്നും തുടങ്ങി കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ റാഫിക്ക വിവരിച്ചതെന്നും ദിനവും 500 കിലോ ഷവർമ വിൽക്കുന്ന വജ്ദാൻ കഫ്തേരിയയുടെ മസാലക്കൂട്ടുകളുടെ പ്രശസ്തി പോലെ തന്നെ ഖലീജ് ടൈംസിന്റെ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കിട്ടിയ ഷവർമയ്ക്ക് അംഗീകാരവും കൊടുത്തു എന്ന പ്രത്യേകതയുണ്ടെന്നും റാഫിക്ക ഞങ്ങൾക്ക് വിവരിച്ചു തന്നു. ചെറുതെങ്കിലും പുതിയൊരു സൗഹൃദത്തിന് തുടക്കമാവാൻ കാരണമായ ഈ ഒരു യാത്ര എന്നും ഒളിമങ്ങാതെ മനസ്സിൽ ബാക്കിയാകും. യാത്ര പറഞ്ഞിറങ്ങുമ്പോ സമയം കിട്ടിയാൽ ഇനിയും വരണമെന്നും കാത്തിരിക്കുമെന്നും കൊച്ചാപ്പ എന്ന റാഫിക്ക ആവശ്യപ്പെട്ടപ്പോ ഇൻഷാ അല്ലാഹ് സമയവും സന്ദർഭവും ഒത്താരെ ഇനിയും വരുമെന്നും വാക്ക് കൊടുത്ത് ഞങ്ങളിറങ്ങി.